സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഡാനിയൽ പ്ലേസ്. അപ്പോൾ നമുക്ക് ഇന്നൊരു വീട് വേണം. യാ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ നോക്കണ്ട എന്താ ഇത്ര അമ്പ് പറയൊക്കെ എൻ്റെ മുഖത്തുനിന്ന്. ഇത് കുറച്ച് പില്ലേജർ വാണങ്ങൾ വന്നിട്ട് അവന്മാർ എന്നെ നല്ലോണം അമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവന്മാർ തീർത്ത് ഇപ്പോൾ നമ്മുടെ ഇൻവെൻറ്ററി നോക്കി കാണാം, ഒരു പോഷനൊക്കെ ഇട്ടിട്ടുണ്ട് അവന്മാരെ കൊല്ലുമ്പോൾ കിട്ടണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ വീട് പോലെയല്ല. അവിടെ ഒരു മലയുണ്ട്, അവിടെ ഒരു മലയുണ്ട്. ഇതാ ഒരു മരം നിൽക്കണ ഒരു മല. ആ ഒരു മലയുടെ മേളിൽ നമുക്കൊരു ഗോത്തിക് ഹൗസ് ഉണ്ടാക്കണം. ഗോത്തിക് ഹൗസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഡ്രാക്കുളയുടെ ഒക്കെ വീട് പോലത്തെ ഒരു വീട്, ഒരു ഡാർക്ക് ആംബിയൻസിലുള്ള ഒരു കിണ്ണം വീട്. അപ്പോൾ നമുക്ക് വേഗം തുടങ്ങാം. പറയാം, ഐറ്റംസ് കുറേ വേണമെങ്കിൽ ഉണ്ടാക്കാൻ. വേഗം എന്നാൽ ഐറ്റംസ് ഓരോന്നോരായിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ കുറച്ച് അധികം ആൻഡസൈറ്റൊക്കെ ഞാൻ നേരത്തെ മൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. നമ്മൾ നേരത്തെ പിക്കെക്സ് ഇട്ടിപ്പോൾ എത്ര ഞാൻ എല്ലാം ചെയ്തായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് മോസ് ബ്ലോക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വേഗം നമുക്ക് ആ മോസും കൂടിയും കളക്ട് ചെയ്യാം. കാരണം മോസ് ഈ കോബിൾ സ്റ്റോൺ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എനിക്ക് മോസ് ആവശ്യം. അപ്പോൾ അതൊന്ന് വേഗം കളക്ട് ചെയ്തിട്ട് നമുക്ക് വേഗം വില്ലേജറിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ എന്തെങ്കിലും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫുഡ് എടുക്കാനാണ്. അപ്പോൾ ഇത്രയും ക്യാരറ്റ് ഒന്നും പോരാ. അപ്പോൾ വേഗം ഒരു അമ്മകളുടെ എടുത്തിട്ട് അടുത്ത ക്യാരറ്റും കൂടി വാങ്ങാം. ഓക്കെ, നമുക്കൊരു അധികം ക്യാരറ്റ് ആവശ്യമുണ്ട്. കാരണം നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും വീടിനൊക്കെ വേണ്ടി അപ്പുറേക്ക് പോകാമല്ലോ. നമുക്ക് വേഗം കുറച്ച് കൊബിൾ സ്റ്റോണൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് അതിനെ മോസി കൊബിൾ സ്റ്റോൺ ആയിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അത്യാവശ്യം മോസൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വേഗം മോസി കൊബിൾ സ്റ്റോൺ ആക്കാം. ഓക്കെ, അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ഓക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഡാർക്ക് ഓക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുണ്ടാക്കുന്നതിൽ പാതിമുക്ക ഞാൻ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഡാർക്ക് ഓക്ക് വെച്ചാണ്. അപ്പോൾ ഈ വുഡിൻ്റെ നല്ല ആവശ്യമുണ്ട്. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് നമുക്കൊരു സിൽക്ക് ടച്ചിൻ്റെ ഷവൽ ഉണ്ടാക്കണം. അപ്പോൾ ആ ഷവൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേഗം ഒരു സിൽക്ക് ടച്ച് വാങ്ങട്ടെ. പിന്നെ നമുക്ക് നമ്മുടെ ഷവലിൽ പോയി വേഗം സിൽക്ക് ടച്ചും എഫിഷ്യൻസിയും വെക്കാം. കാരണം ആ മല ജസ്റ്റ് ഒന്ന് ടെറഫോം ചെയ്യാനുണ്ട്. അപ്പോൾ അതൊന്ന് വേഗം ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അങ്ങനെ സിൽക്ക് ടച്ച് തേങ്ങയൊക്കെ വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ മലയൊന്ന് കാണിച്ചിട്ട്. ഇപ്പോൾ ഇത് ക്രിയേറ്റീവ് ആയിരിക്കുന്നു. ക്രിയേറ്റീവ് പറയുമൊന്നുമല്ല, ഇത് ഫ്രീ ക്യാം എന്ന് പറഞ്ഞൊരു മോഡാണ്. ഇത് വെച്ചാൽ നമുക്കിങ്ങനെ മേളിൽ നിന്ന് ആംഗിളൊക്കെ നോക്കാം ടെറഫോം ചെയ്യാൻ. അപ്പോൾ ഈ മല ഇനിയിപ്പോൾ അധികം ടെറഫോം ചെയ്യുമൊന്നുമില്ല, സംഭവം ഏറെക്കുറെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഹോളുകളും കുഴികളൊക്കെ ഉണ്ട്. ആ ഹോളുകളൊക്കെ അടച്ചു കഴിഞ്ഞാൽ സംഭവം റെഡിയാവും. അപ്പോൾ നമുക്ക് വേഗം മലയുടെ ഹോള് ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതൊക്കെ കളഞ്ഞിട്ട് അല്ലാത്തതിലൊക്കെ നമുക്ക് ഡെർട്ട് വിരിക്കാം. അപ്പോൾ വേഗം ഞാൻ ഒന്ന് ടെറഫോം ചെയ്യട്ടെ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ വലിയ കുഴി അടയ്ക്കാൻ അറിയാൻ കുറച്ച് അധികം പാടുപെട്ടെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴിയിൽ എങ്ങനെ ടെറഫോം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണ്ടായില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചെടുത്ത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറം വേറൊരു കുഴിയും കൂടി ഉണ്ടായി. അപ്പോൾ ഈ കുഴി ഞാൻ പെട്ടെന്ന് ഫില്ല് ചെയ്തിട്ട് മറ്റേ കുഴിയും കൂടി അടച്ച്. അപ്പോൾ ഇത് വേറൊരു കുഴിയാണ്. അപ്പോൾ ഈ കുഴിയും കൂടി ഞാൻ ഷടപടേന്ന് അടച്ച് അതിൻ്റെ ഇടയിൽ ടോർച്ചൊക്കെ വെച്ചില്ലെങ്കിൽ അത് ചെറിയൊരു മോബ് ഫാമായി മാറും. അപ്പോൾ നമ്മുടെ ടെറഫോമിങ് ആയി. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്പോട്ട് എടുക്കണം. പിന്നെ ഞാൻ കാണിച്ചു തരാം. ടെറഫോം കഴിഞ്ഞപ്പോൾ നമ്മുടെ മല കാണാൻ എന്നെ അടിപൊളിയാന്ന് നോക്കി, നല്ല സെറ്റപ്പ്. ഇവിടെയൊക്കെ ഒരു വില്ലേജ് പ്രൊജക്റ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം ആപ്റ്റായിരിക്കും വളരെ. അപ്പോൾ വേഗം നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിപാടി എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സ്ഥലത്ത് ഉണ്ടാക്കാനാണ് ഞാൻ തീരുമാനിച്ചേക്കാം. ഷെയ്ഡർ ഓഫാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ അയൺ ഫാം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യട്ടെ എന്ന് ഓർത്താൽ ഷെയ്ഡർ ഓഫ് ആക്കിയിട്ട് ഫുൾ സിമുലേഷൻ ഡിസ്റ്റൻസും റെൻഡർ ഡിസ്റ്റൻസും ഒക്കെ ഞാൻ ഫുള്ളിൽ ഇട്ടേക്കണേ. കാരണം നമ്മളിവിടെ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ബിൽഡുകൾ ഉണ്ടാക്കുമ്പോൾ നേരെ ഷെയ്ഡർ ഓഫ് ആക്കിയിട്ട് ഫുൾ റെൻഡർ ഡിസ്റ്റൻസും കൂട്ടിയെടുക്കും. കാരണം അപ്പോൾ നമ്മുടെ അയൺ ഫാം നമ്മുടെ ഫാമുകളൊക്കെ ഇപ്പോൾ നമുക്ക് നിലവിൽ ആകെ ഒരു ഫാമും ഒരു വില്ലേജർ ബ്രീഡറും ആകെ ഒരു അയൺ ഫാമും ഉള്ളൂ. അപ്പോൾ നിലവിൽ അത് രണ്ടും വർക്കായിക്കൊണ്ടിരിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ കുറച്ച് കൊബിൾ സ്റ്റോൺ സ്റ്റോൺ എടുക്കാൻ പോകണം. കാരണം സ്റ്റോണിൻ്റെ കുറച്ച് കമ്മി വന്ന് അപ്പോഴാണ് ഞാൻ ഓർത്തെ ബേസിൽ കുറേ സ്റ്റോൺ ഞാൻ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായല്ലോ. ഞാൻ എന്നെ പൊട്ടനാന്ന് ആലോചിക്കുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ എപ്പിസോഡ് 2 പോയി കാണാം. കാരണം അതിൽ ഞാൻ പറയുന്നുണ്ട് സിൽക്ക് ടച്ച് കിട്ടിയ പാടെ ഞാൻ കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്റ്റോണാണ് ഈ സ്റ്റോൺ. ഇനി ഈ സ്റ്റോൺ എവിടെ വന്നെന്ന് ചോദിക്കേണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ അത് വേഗം എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ സ്റ്റോണൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഡീപ്പ് സ്ലേറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ വേഗം നമുക്ക് ഡീപ്പ് സ്ലേറ്റ് എടുക്കാൻ പോവാം. ഞാൻ എന്നാ പറയുക കാണിച്ച ഇപ്പം ഞാൻ എന്നാണോ നീ കാണിക്കണേ പൊട്ട. എന്തായാലും എക്സ്ട്രാ ഒരു ബക്കറ്റും കൂടി എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ഡീപ്പ് സ്ലൈറ്റ് ലെവലിലേക്ക് കുഴിച്ച് പോവാം. ഓക്കെ, അങ്ങനെ നമ്മുടെ കുഴി റെഡി ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാനൊരു സാധനം കണ്ടത്. നമ്മുടെ യാത്രയിലെ ഒരു നിർണായകമായ ഒരു വഴിത്തിരിവായിരുന്നു ഇത്. സംഭവം ഡീപ്പ് സ്ലൈറ്റ് എടുക്കാൻ പോയി എനിക്ക് നേരെ കിട്ടിയത് ഒരു മത്തങ്ങ കേവ്.
ഈ കേവിൽ ഞാൻ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് മുക്കിന് ഡയമണ്ട്. ഓ ഇപ്പോൾ ചത്തേനെ. ഓ നമ്മൾ ഇറങ്ങിയ വഴിക്ക് നമ്മളെ സ്വീകരിക്കാനായിട്ട് കുറേ ആൾക്കാർ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവന്മാരെ വേഗം ഒന്നും തീർക്കുക. സ്കെൽട്ടനൊന്നും വേറെ പണിയില്ല. ഞാൻ ഇവന്മാർക്ക് നിറച്ച് ക്രീപ്പറായിരുന്നു. പിന്നെ ഇത് താൻ്റെ ഇത് കാണാൻ പറ്റണ്ടാവും. ക്രീപ്പർ പ്രോ ഫുൾ ക്രീപ്പർ മയിർ മൊത്തം ക്രീപ്പർ ഭണ്ടാറുടെ കാര്യമായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് സോംബികൾ ഇപ്പം തന്നെ ഇപ്പോൾ ഒരു കൂട്ടക്കൊല ഞാൻ കാണിച്ചു തരാം. കൂട്ടക്കൊല ക്രീപ്പർ കൂട്ടുമ്പോൾ ഇവരെല്ലാവരും ചാവും. ASMR ദൈവത്തൻ അവൻ്റെ ഇറച്ചി എന്നെ പിടിച്ചുകൊണ്ട് തന്നെ ഉണ്ടാ. അധികം നോക്കി ഏതാണ്ട് ഇവിടെ ഡയമണ്ട് കിട്ടി. ഈ ഒരു ഡയമണ്ട് ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷയല്ല. പിന്നെ ഞാൻ കുറച്ച് അങ്ങോട്ട് പോയപ്പോണ്ടല്ലോ ഞാൻ ഉത്തരം കാണിച്ചു തരാം. താൻ്റെ തവിടെ 3 ഡയമണ്ട്, തവിടെ 2 ഡയമണ്ട്, തവിടെ 3, തവിടെ 3, തവിടെ 1, തവിടെ 2. അത് ഡയമണ്ട് അല്ല കേട്ടോ. അങ്ങനെ ഇവിടെ നിറച്ച് ഡയമണ്ടാണ്. നമുക്ക് ഡയമണ്ട് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ കമാൻ ഷടപടയെന്നാവട്ടെ. അപ്പോൾ ആ ഡയമണ്ട് കളക്ട് ചെയ്യാൻ എനിക്ക് സോംബി സ്പോണർ കിട്ടി. അപ്പോൾ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. ഞാൻ നേരെ സോംബികളെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് ഓരോന്നായി തീർത്തവന്മാരെ. കാരണം നമ്മുടെ വെപ്പൺ ഭയങ്കര ശോകം വെപ്പൺ കിട്ടാം. എത്രയും വേഗം നമുക്കൊരു കിണ്ണും വെപ്പൺ ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും ഞാൻ സ്പോണർ ഉണ്ട്. ഇപ്പോൾ സ്പോണറിൻ്റെ അതേക്ക് പോയി. ഓത്ത ഫക്ക് എന്താ ഉള്ള ഒരു തേങ്ങാൻ്റെ ഇല്ല നല്ല സാധനമായിട്ട്. അതിനകത്ത് നമുക്ക് ഒന്നും കിട്ടിയില്ല. ഞാൻ നേരെ ഡയമണ്ട് കളക്ട് ചെയ്യാൻ നിന്നു. ഷടപടേന്ന് ഓരോ ഡയമണ്ടുകളായിട്ട് ഇങ്ങനെ കൊത്തി ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി കുഴിച്ചാണ്. അപ്പോഴാണ് ഞാൻ ഈ സാധനം കണ്ടത്. ഞാൻ നേരെ സ്ട്രൈറ്റ് പിക്കപ്പ് ചെയ്ത് നേരെ വീട്ടിലേക്കും വന്ന്. ഓക്കെ, ഇപ്പം നമുക്ക് ഇനി നമ്മുടെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടാണോ, അത് ബിൽഡൊന്നും ചെയ്തതല്ല, മേടിക്കണ്ട. അത് നമ്മുടെ ബ്ലൂ പ്രിൻ്റാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബിൽഡ് ഉണ്ടാക്കാൻ നമ്മൾ നേരെ ക്രിയേറ്റീവ് പോയാണ് ബിൽഡ് ഉണ്ടാക്കണേ. അത് ഞാൻ നേരെ ആ ബിൽഡിനെ എടുത്തുകൊണ്ട് നമ്മുടെ ബിൽഡിൽ പ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സംഭവം സർവൈവലിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിൻ്റെ ബ്ലൂ പ്രിൻറ്റ് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ആ ബ്ലൂ പ്രിൻറ്റ് നോക്കി ഓരോ മെറ്റീരിയൽസ് അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മെറ്റീരിയൽസ് നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഏകദേശം അങ്ങനെയാണ് ഉണ്ടാക്കി. കാരണം ക്രിയേറ്റീവിൽ പോയിട്ട് കുറേ റെഫറൻസുകളൊക്കെ എടുത്തിട്ടാണ് ഈ വീട് ഉണ്ടാക്കിയത്. പിന്നെ ഈ വീട് ഉണ്ടാക്കുന്ന വലിയ ട്യൂട്ടോറിയൽ ആവശ്യമുണ്ട്, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡയമണ്ട് താണ്ടി നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഇൻവെൻ്റർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു സ്റ്റാക്കിൻ്റെ അടുത്ത് ഡയമണ്ട് ആയിട്ടുണ്ട്. ഇതാക്കാണ്ട് ബ്ലൂ പ്രിൻ്റാണ് കേട്ടോ, അല്ലാണ്ട് ടൈപ്പ് ഉണ്ടാക്കിയതൊന്നുമല്ല. ഉണ്ടാക്കുന്ന വീഡിയോ വന്നുള്ളൂ. അപ്പോൾ അതുവരെയും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ വരെ കണ്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയമണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2 സ്റ്റാക്കും 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ഓറ് മാത്രം ഞാൻ അവിടെ വെറുതെ വെച്ചേക്കാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ നോർമൽ സ്റ്റോണിൻ്റെ ഡയമണ്ട് പറയാം. അപ്പോൾ അത് കിട്ടാൻ ഇച്ചിരി റെയറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് കുറച്ച് റെയർ ബ്ലോക്ക് കളക്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വെക്കാനാണ്. പിന്നെ ഞാൻ ഇവിടെ നമ്മുടെ വീടിൻ്റെ അവിടെ പോയിട്ട് ഡിസ്പ്ലേറ്റ് കളക്ട് ചെയ്യാൻ വന്നപ്പോൾ താണ്ടി ഇവിടെ പിന്നെ കുറച്ച് ഡയമണ്ട് കിട്ടി. ഇതെന്താണെന്ന് അറിയില്ല. ഇന്ന് നല്ല ഭാഗ്യമുണ്ട്, നല്ല രീതിക്ക് ഭാഗ്യമുണ്ട്. അപ്പോൾ ഇത് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഭാഗ്യത്തെ ചൊല്ലിയെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രൈബറിൻ്റെ എണ്ണം അന്യായി കുറവാണ്. അപ്പോൾ വീഡിയോയും ഞാനാകെ 3 ഇട്ടിട്ടുള്ളൂ. അത് നോക്കണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി സബ് അടിക്കാൻ നോക്കുക. കാരണം കുറേ ടൈമൊക്കെ എടുത്തിട്ടാണ് ഈ സാധനം ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഒരുവിധം ഒരു മുമ്പിയ കണക്ക് ചുമ്മാ എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്ത് ചുമ്മാ ഇടണമെന്നല്ല. ഞാൻ ആദ്യം തന്നെ എന്തൊക്കെ ചെയ്യുന്ന സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നേരെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതെ നമ്മളെ ഇപ്പം തന്നെ നമ്മുടെ ഇത് കാണിച്ചു തരാം. അവിടെ ഞാൻ അതാണ്ട് ഇതാണ് നമ്മുടെ അയൺ ഫാം. പിന്നെ അവിടെ ഒരു നീലപ്പെട്ടി ഉണ്ടില്ലേ, ആ നീലപ്പെട്ടി നമ്മുടെ ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ഥലം. ഇവിടെ ഞാൻ എന്തിനാ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പ്രൂസ് ആവശ്യമുണ്ട്. അപ്പോൾ ഷർബയിൽ നിന്ന് കുറച്ച് സ്പ്രൂസ് കളക്ട് ചെയ്തിട്ട് വേണം ബാക്കി പരിപാടി തുടങ്ങാൻ. കാരണം സ്പ്രൂസ് ട്രാപ്പ് ഡോറൊക്കെ വേണം നമ്മുടെ ബിൽഡിൽ. അപ്പോൾ സ്പ്രൂസ് ഡോറൊക്കെ വേണം. അപ്പോൾ ഇവിടെ ഞാൻ വന്നെന്താ പറയുക, ഈ ഒരു മരം ഫുള്ള് എടുക്കാനല്ല, കാരണം 4 സാപ്ലിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ അയൺ ഫാം എന്തായാലും നോക്കാം. ചത്ത് അവനറിയാണ്ടെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളിപ്പോൾ പരലോകത്ത് എത്തിക്കും, പണിപ്പാടും. ഓക്കെ, നമ്മൾ അയൺ ഫാം നമ്മൾ നേരത്തെ ബാക്ക്ഗ്രൗണ്ടിൽ മെറ്റീരിയൽസ് ഒപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് താണ്ട് ഇപ്പോൾ ഒരുവിധമൊക്കെ നല്ല രീതിക്ക് അയൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി നട്ടിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ സാപ്ലിങ് എടുത്തിട്ടുണ്ടെന്നത്. അപ്പോൾ ചടപടയെ നമുക്ക് ഈ ട്രീ കളക്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാപ്പ് ഡോറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ താൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ചെസ്റ്റിലായിരുന്നു ഞാൻ ഫുൾ ലൂട്ട് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഈ സ്ഥലത്ത് നേരെ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ ഫൗണ്ടേഷൻ ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം എടുത്താണ് ഉണ്ടാക്കിയത്. കാരണം ബ്ലൂ പ്രിൻ്റ് ഉണ്ടെങ്കിലും ബ്ലൂ പ്രിൻറ്റിങ് കൂടെ ഇങ്ങനെ വെച്ച് പോകാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെയാണ് ഞാൻ ഈസി പ്ലേസ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടത്. അപ്പോൾ ഈസി പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെൻ്ററിയിൽ ഓട്ടോമാറ്റിക്കലി ബ്ലോക്കുകൾ എടുത്തിട്ട്
ഇത് ഏതൊക്കെ ബ്ലോക്ക് എവിടെയാണോ അവിടെയൊക്കെ വെക്കാൻ പറ്റി. അപ്പോൾ അത് കിട്ടി, അത് അറിഞ്ഞ വഴിക്ക് തന്നെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ പണി സ്പീഡായി. പിന്നെ അവിടെ ഏതൊരു ബിൽഡായിരുന്നു. അപ്പോൾ എല്ലാവരും ബിൽഡ് എൻജോയ് ചെയ്യുക. ഓക്കെ, ഓക്കെ. അതിനവിടെ ബിൽഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ലോഗിന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ വന്നിരിക്കണം എന്തിനാ വെച്ചാൽ നമ്മുടെ ആ ടവറില്ല, ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചാൽ ആ ടവറിൻ്റെ കുറച്ച് ഷ്രൂം ലൈറ്റ് ആവശ്യമുണ്ടായി. അപ്പോൾ ആ ഷ്രൂം ലൈറ്റ് കളക്ട് ചെയ്യാനാണ് ഞാൻ നേരത്തെ വന്നത്. അപ്പോൾ ചിലവിടെ നമുക്ക് ഷ്രൂം ലൈറ്റ് കളക്ട് ചെയ്തിട്ട് വേഗം നമുക്ക് നമ്മുടെ ടവറിൽ ഷ്രൂം ലൈറ്റ് വെക്കാം. അപ്പോൾ ഈ ക്രിംസണിൽ ഷ്രൂം ലൈറ്റ് ഉണ്ടാവും. പിന്നെ വാർപ്പിടോ ഈർപ്പിടോ എന്നൊക്കെ പറഞ്ഞൊരു ഭയമുണ്ട്, നീല മരമുള്ള. അപ്പോൾ അവിടെയും നമുക്കിത് കിട്ടും. പിന്നെ അവിടെ നിന്ന് ഞാൻ ആ നീല മരത്തിൻ്റെ നീല വുഡ് ഒപ്പിക്കാമെന്ന് ഓർത്ത് നീല ഫംഗസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നട്ട് നേരെ ബോൺമീൽ എടുത്തിട്ടുണ്ടെന്നിട്ട് ബോൺമീൽ അടിച്ച് ഊമ്പി ത്രികോണത്തിൽ ഊമ്പി ബോൺമീൽ അടിക്കാൻ പറ്റില്ല. എന്നെ പറയാനൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഞാൻ ഐസീലിയത്തിന് പകരം എന്തോ സാധനം എടുത്തുകൊണ്ട് എന്നാൽ ഈ റെഡ് ഡയറക്റ്റ് ബ്ലോക്ക് പോലത്തെ സാധനം എടുത്തിട്ടാണോ എന്ന് അറിയില്ലായിരുന്നു. തൽക്കാലം ഞാൻ പച്ച വെക്കേണ്ട സ്ഥലത്ത് റോസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്. പക്ഷേ ഈ ഒരു കളർ ഈ ഒരു സ്ഥലത്തിന് എന്തോ ഒരു മാച്ച് ആവുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊട്ടും മാച്ച് ആവുള്ളതെന്ന് എനിക്കറിയാം. ഇത് ഞാൻ ഇപ്പോൾ തന്നെ മാറ്റിയത്, ഇപ്പോൾ തൽക്കാലത്തേക്ക് വെച്ചാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇൻറ്റീരിയർ കാണിച്ചത് താണ്ടെ ഇത്ര വലിയൊരു സ്ഥലമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണുള്ളൂ. അപ്പോൾ താണ്ടെ നമ്മുടെ ഷ്രൂം ലൈറ്റ് കൊണ്ടുവന്ന് ഞാൻ നേരെ ഷ്രൂം ലൈറ്റ് എടുത്തതിൻ്റെ അകത്ത് വെച്ച്, ഷ്രൂം ലൈറ്റ് മാത്രമല്ല ഗ്ലോ സ്റ്റോൺ ആണെങ്കിലും ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ഷെയ്ഡ് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് റെഡിഷ് കളറാണ് ആവശ്യം. അപ്പോൾ റെഡിഷ് കളർ എന്ന് പറഞ്ഞാൽ ഗ്ലോ സ്റ്റോണിനെക്കാട്ടും കൂടുതൽ റെഡിഷ് കളറുള്ളത് നമ്മുടെ ഷ്രൂം ലൈറ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഷ്രൂം ലൈറ്റ് എടുത്തത്. അങ്ങനെ ഷ്രൂം ലൈറ്റ് ഫുള്ള് വെച്ച് നേരെ അതുമ്പോൾ ട്രാപ്പ് ഡോറും വെച്ച് അതിന് നമ്മുടെ ടവറിൻ്റെ പണി ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ടവറിൻ്റെ പണിയും നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളെ കാണിക്കാനില്ല. കാരണം അങ്ങനെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ പോകും. അത്രയൊന്നും ഇട്ട് കഴിഞ്ഞാൽ ആരും കാണുമില്ല, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പരിപാടി തീർക്കണം. അപ്പോൾ ഈ നേരെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഫ്ലോർ വെക്കാമെന്ന് തോന്നുന്നു. ആ ഒരു ബ്ലോക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലോർ ആക്കാം നമുക്ക്. ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ മേലെ ആക്കിയിട്ട് അപ്പം അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പോൾ അതാണ്ട് നമ്മുടെ ഇൻറ്റീരിയർ അവിടെ ഒരു വിധമൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ട്യൂട്ടോറിയൽ നോക്കി ഡിസൈൻ ചെയ്തതൊന്നുമല്ല. ഇത് എൻ്റെ ഒരു ഭാവനയിൽ പിറന്നതാണ്. അപ്പോൾ ഇത് വലിയ മെയിനായിട്ടില്ലെങ്കിലും ക്ഷമിക്കുക. കാരണം നോക്കാം, ഞാനിവിടെ ഒരു മാൻ്റെ തല പോലെയൊക്കെ ഉണ്ടാക്കിയതാണ് അത് കണ്ടേ. ഇവിടെ ഞാനൊരു ഓവൽ ഷേപ്പിൽ ഇവിടെ ഒരു വർക്ക്ഷോപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് ഏരിയ, ഇവിടെ ഒരു ലാൻറ്റൈൻ കൊടുത്താൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ഞാൻ ലാൻറ്റൈൻ അവിടെ കൊടുത്ത് ഇത് കുറച്ചുകൂടി അടിപൊളിയാണ്. നമ്മളിങ്ങനെ നിങ്ങൾക്കൊരു പ്രത്യേകത ഞാനൊരു പറഞ്ഞുതരാം. മൈൻക്രാഫ്റ്റ് കളിക്കുന്നവരാണെങ്കിൽ ഒരു ബിൽഡർ ആവാൻ വേണ്ടി നിങ്ങൾ ട്യൂട്ടോറിയൽ ഇതിപ്പോൾ കാണിച്ചിട്ടില്ല കേട്ടോ, അത് അടുത്ത എപ്പിസോഡ്, അത് സീക്രട്ട് സ്ഥലമാണ്. അതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി സബ് അടിക്കുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയണമെങ്കിൽ. ഓക്കെ. അപ്പോൾ അതെ നമ്മുടെ മാൻ്റെ തലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനവിടെ മാൻ്റെ തല ഒരു സ്റ്റെപ്പൊക്കെ ഫെൻസും വെച്ചൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കസ്റ്റം ഏരിയ. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഈ അൻവിലും ഈ തേങ്ങയൊന്നുമല്ല ഞാൻ വെക്കാൻ പോണേ. ഇതിൻ്റെ മേളിൽ റെയർ ആയിട്ടുള്ള ബ്ലോക്കുകളാണ് ഞാൻ വെക്കാൻ പോണേ. ഈ ഷെൽഫുകളിൽ ഇവിടെയൊക്കെ റെയർ ബ്ലോക്കുകളായിരിക്കും. നമുക്ക് നാച്ചുറൽ ബ്ലോക്കുകൾ, മറ്റേ ഇവൻ്റെ എഗ്ഗ്, സ്നിഫർ കണ്ടുപിടിച്ചതിൻ്റെ ചെടി, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ റെയർ സാധനങ്ങളൊക്കെ വെക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതെന്തായാലും നടക്കട്ടെ. ഇവിടെ ഞാൻ കുറച്ച് ഇതിലൊക്കെ എനിക്ക് ബെറി മുളച്ച് ഞാൻ പടിയിലെത്തും. പിന്നെ ആ ലാഡറിൽ തന്നെ കുറച്ചുകൂടി മേളിലേക്ക് വന്ന ഒരു ഓപ്പൺ ഫ്ലോർ ഡിസൈനാണ്. ഇവിടെ ചെറിയൊരു ബ്രൂവറി ഉണ്ടാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ ഓർത്ത് ഇവിടെ ബ്രൂവറി എന്തിനാ, ബ്രൂവറിക്ക് ഞാൻ വേറൊരു ബിൽഡ് തന്നെ ചെയ്യും, എൻജാൻമെൻറ്റിനും വേറൊരു ബിൽഡ് തന്നെ ചെയ്യും. തൽക്കാലത്തേക്ക് സാധനങ്ങളൊക്കെ വിളച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലായിരുന്നു മറ്റേ ഇങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഫ്ലോറിൽ നിന്ന് അടിപൊളിയായിരിക്കും. അപ്പോൾ ആ സാധനമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കണേ. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് കുറച്ച് ട്രാപ്പ് ഡോറും കുറച്ച് സ്ലാബൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് ഓർത്ത് ഞാൻ ജസ്റ്റ് കുറച്ച് ഡിസൈനൊക്കെ കൊടുത്ത് നേരെ അവരത്തെ ആ ഒരു വോക്ക് വേ പോലത്തെ ഒരു സെറ്റപ്പ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിസൈൻ ചെയ്യാൻ വലിയ പാടൊന്നുമില്ല, സംഭവം ചുമ്മാ സിമ്പിളാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് സ്പ്രൂസിൻ്റെ ഫെൻസും കൂടി ആവശ്യമുണ്ട്, അതുകൂടി വെച്ച് കഴിഞ്ഞാൽ സാധനം അടിപൊളിയാണ്.
ഓക്കെ. ഇപ്പോൾ ഒരുവിധം കാണാൻ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അത്. അപ്പോൾ എല്ലാവരും ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് അടിക്കുക. പിന്നെ നമ്മുടെ വീടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ടൂർ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ വീടിൻ്റെ ഞാൻ ഇതിൽ കുറച്ചുകൂടിയും കിന്നാന്തര പണികൾ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും ഞാൻ നേരെ നമ്മുടെ ഇത് ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ താണ്ട് ഇവിടെ കിണ്ണൻ കാഴ്ചയായിട്ടുണ്ട്. കിണ്ണം കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഇൻറ്റീരിയർ ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഒരു ഇത് നല്ലൊരു ബിൽഡർ പുകഴ്ത്തല്ല, എന്നാലും നല്ലൊരു ബിൽഡർ ഉണ്ടാക്കിയ സാധനമാണെന്ന് മനസ്സിലായി. നോർമൽ ഒരു മാട്ട വീടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത്രയും കഷ്ടപ്പെട്ടതിന് ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. ടാറ്റ.